ഹലോ നമസ്കാരം. ആലപ്പുഴ ജിംഖാന സിനിമ കണ്ടു. ഓ, ഖാലിദ് റഹ്മാൻ, എന്താ ഞാൻ പറയാ. അയ്യോ, മുത്താണ്, ചക്കരയാണ്, തേനാണ്, പാലാണ്, പൊന്നും കട്ടയാണ്, തങ്ക കുടമാണ്. ഖാലിദേട്ട എവിടെ എവിടെ ഇങ്ങോട്ട് വരിക. നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം തട്ട. ഞാൻ അത്രയും സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് വെറുതെ പറയുന്നില്ല, അത്രയും സന്തോഷമുണ്ട്. നല്ല ഗംഭീര സിനിമ. ഗംഭീര സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സിനിമ. ഇരുത്തി കളഞ്ഞു കൂട്ടാ, നിങ്ങൾ ഇരുത്തി കളഞ്ഞു. പട്ടം തുടങ്ങി അവസാനം വരെ ഇങ്ങനെ ഇരിക്കണ്, ആസ്വദിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുന്ന സമയത്ത് ചിരിക്കാനുള്ള വകുപ്പുണ്ട്, കോരിത്തരിക്കാനുള്ള വകുപ്പുണ്ട്. ഒരുപാട് കൈയടിച്ചു, ഒരുപാട് ചിരിച്ചു, ആനന്ദിച്ചു ആനന്ദിച്ചു വിഷമമുണ്ട്. എന്ത് കാര്യത്തിനാണെന്നറിയോ? ആലപ്പുഴ ജിംഖാന 2:30 മണിക്കാണ് ഷോ. 2:45 എങ്ങാണ്ടാണ് 8 തോന്നണം. അത് കഴിഞ്ഞിറങ്ങി വന്ന് ഗുഡ് ബാഡ് അഗിലേക്ക് കയറി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ എനിക്ക് റിവ്യൂ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല ആക്ച്വലി. ആ സമയത്ത് കഴിഞ്ഞിറങ്ങി വന്ന ഉടനെ ഞാൻ ഈ സിനിമയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാൻ കുറച്ചും കൂടി ആവേശത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമ, അത്രയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമ. ഭയങ്കരം. എന്തായിരുന്നു ക്രൗഡ്. ടിക്കറ്റ് എടുത്തിട്ടാണ് ആക്ച്വലി പോകുന്നത്, മനസ്സിലായ? ബുക്ക്ഡാണ്. കയറി ചെന്ന ഉടനെ തന്നെ കൂട്ടം ജനത്തെ കാണുകയാണ്. കൂട്ടായിട്ട് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി, വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയിട്ട് മോനെ ഫുള്ളായിരുന്നു തിയേറ്റർ. ഫുള്ള് ബഹളന്നേ, ഫുള്ള് കയ്യടി, ആവേശത്തിൽ ആൾക്കാർ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാണ് പടം, മനസ്സിലായ? എൻജോയ് ചെയ്യാണ്. അതിന് പല 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 സീനുകൾ വരുന്ന സമയത്ത് ആൾക്കാർക്ക് എന്താ പറയുക, ആ ഒരു ആവേശമാണ്, മനസ്സിലായ? ആവേശമാണ്. എന്താ ഞാൻ കൂടുതൽ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് പറയേണ്ടത്? ഞാൻ എന്തായാലും ഒരു തവണയും കൂടി ഈ ഒരു സിനിമ പോയി കാണുന്നുണ്ട്. കാരണം മതിയില്ല കണ്ടിട്ട്. ഒരു തവണയും കൂടിയിട്ട് പോയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണം, ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ഗംഭീര സിനിമയാണ്. ഞാൻ വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ് നിങ്ങളും പോയി ഒന്ന് കണ്ടു നോക്ക്, എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്, മനസ്സിലായ? ഈ ഒരു സിനിമ ഞാൻ ആ ഗണത്തിൽ പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വൈബ്, പോളി വൈബ് എന്നൊക്കെ പറഞ്ഞാൽ പോളി വൈബ്. അതായത് ബോക്സിങ്, ഞാനതിൽ ആരെയൊക്കെ എടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. നിങ്ങളത് ഫ്രഷായിട്ട് നിങ്ങൾ ഇരിക്കണം, മനസ്സിലായില്ലേ? ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത്, മറ്റേ ഇതിലേക്ക് ബോക്സിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത്, ഓരോരുത്തർ കയറി വരുന്ന സമയത്തേ നമുക്കും ഒരു ആവേശം. നമ്മളും ഇങ്ങനെ എഡ്ജ് ഓഫ് സീറ്റൊക്കെ ഇങ്ങനെ ഇരിക്കും. എന്താ വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവേശമാണ്. നമ്മുടെ പിള്ളേര് എന്നുള്ളൊരു മൂഡ് നമുക്ക് ആക്ച്വലി വരിക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൂഡായിരുന്നു ആക്ച്വലി എനിക്ക്. പെർഫോമൻസിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരുത്തനെ പോലും വിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ആരുടെ ഇപ്പോൾ ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ പേരുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ എല്ലാവരും ഇതിൻ്റെ അകത്തുള്ള ആ അഭിനയിച്ച പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഒന്നിനൊന്നും മെച്ചെന്ന് മാത്രമല്ല, എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. ആരും സൈഡായി പോയിട്ടില്ല. എല്ലാവരും ഒന്നിനൊന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിരിക്കണം. നെസ്ലൻ ആയിക്കോട്ടെ, ലുക്ക് മാനൊക്കെ മോനെ ആശാനാണ്, കോച്ചാണ് പുള്ളി. ഗംഭീരം. എന്താ ചങ്ങായുടെ ആറ്റിറ്റ്യൂഡ്! ആ ചങ്ങായുടെ ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട്, മൂത്രപ്പൊരിയെ വെച്ചിട്ട് സിഗരറ്റൊക്കെ വെച്ചിട്ട് ഹെവി സീനാണത്. ആ സീനൊക്കെ എന്തായിരുന്നു കയ്യടി അറിയോ തിയേറ്ററിൽ? കിട്ടില്ല. ലുക്മാനും പൊളി, നെസ്ലനും പൊളി. മറ്റേ അയ്യോ, ഞാനതാണ് പടം കഴിഞ്ഞ് വന്നുടനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ മനസ്സിൻ്റെ അകത്ത് പെട്ടെന്ന് കിട്ടിയേനെ. ഇത് ഇത്രയും നേരമായില്ല, അതുകൊണ്ട് വരുന്നില്ല. എല്ലാവരും പിന്നെ തലയിൽ വെള്ള കളർ അടിച്ച ചങ്ങയുടെ പേര് എനിക്ക് ആക്ച്വലി അറിയില്ല. പുള്ളി ഹെവിയായിരുന്നു. മൂപ്പിൽ ബോക്സിങ് റിങ്ങിൽ പുള്ളിയുടെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നല്ല കൈയടിയായിരുന്നു, ഭയങ്കര ആവേശമായിരുന്നു ആ സീനിനൊക്കെ, തിയേറ്ററിൻ്റെ അകത്ത് എല്ലാവരും. പിന്നെ ബേബി ജീനുണ്ട്. അയ്യോ, മറ്റേ ചങ്ങായി എന്താ നല്ല വെളുത്തിട്ടൊരു ചങ്ങായി ഉണ്ടല്ലോ, സോറി നിർമ്മിച്ച് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അങ്ങനെയാണ്. ആ ചങ്ങാതിയാണെങ്കിൽ അവൻ്റെ നോട്ടം പാവമൊക്കെ നല്ല രസം. മറ്റേ നെസ്ലൻ്റെ കൂടെ മറ്റേ ബോട്ടിൽ വെച്ചിട്ടുള്ള സീനിൽ നെസ്ലൻ്റെ കൂടെയുള്ള ചങ്ങായിയൊക്കെ ഉണ്ടല്ലോ, അയ്യോ അവൻ്റെ പേര് സോറി മാൻ. നിങ്ങളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളും സൂപ്പറായിട്ടുണ്ട്. എവ്രി വൺ ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. ഈ സിനിമയ്ക്കകത്തുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ പെൺകുട്ടി, ആ ബോക്സിങ് റിങ്ങിൽ കയറി കളിച്ചൊരു പെൺകുട്ടിയുണ്ട്. അവരും അടിപൊളി കേട്ടോ. അവരും
നല്ല എന്താ പറയുക അഭിനയം അങ്ങനെയല്ല ഞാൻ പറയണത്, അഭിനയം ഗുഡ്, പക്ഷേ ബോക്സിംഗ് റിംഗിലുള്ള അവരുടെ പെർഫോമൻസ് ആണെങ്കിൽ ഇറ്റ് വാസ് ഗുഡ് മാൻ. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടത്, പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുള്ള പിള്ളേരൊക്കെ വെറുതെയുള്ള കളികളൊന്നുമല്ല, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത് ഫിസിക്കലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാനൊന്നും പറ്റില്ല. അവർ അതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ പഠിക്കുകയും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ട്. പിന്നെ ഗണപതി, ഓഫ് കോഴ്സ് മാൻ, ഗണപതി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗണപതിയൊക്കെ അടിപൊളിയാട്ടോ, ഗണപതിയൊക്കെ അടിപൊളി തൂഫാനാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ആലപ്പുഴ ജിംഖാനയെ കുറിച്ച് പറയാനുള്ളത്. മോനെ എന്തൊരു ഗ്യാരണ്ടിയുള്ള നടന്മാരായിട്ട് വരികയാണ് ഇവരൊക്കെ. എനിക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം നസ്ലനൊക്കെ മിനിമം ഗ്യാരണ്ടി ഉള്ള നടനായി പോയി, ബേസിലിനെ പോലെയൊക്കെ ആയി വരുന്നുണ്ട്. കമ്പയർ ചെയ്യില്ല, ബട്ട് ബേസിലും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള നടനാണ് ആക്ച്വലി. മറ്റേ മരണമാസം ഞാൻ കണ്ടിട്ടില്ല, വേന ഒരു ദിവസം എത്ര എണ്ണം കാണും, 3 കണ്ടു. ഇനി മരണമാസം കാണണം, ഇപ്പോൾ നാളെ ആവട്ടെ എന്നുള്ളൊരു ഇതിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിന് അതാണ് എനിക്ക് അത്ഭുതം തോന്നി ആക്ച്വലി ഈ സിനിമയ്ക്ക് പോയ സമയത്ത്. കാര്യം ആൾക്കാർ പ്രതീക്ഷകളോട് വന്നിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ടേ. ഒക്കെ പിള്ളേർ സെറ്റ് മാത്രമല്ല, ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ആക്ച്വലി പോയിരിക്കുന്നത്, അർമാദിച്ചിട്ടാണ് ആക്ച്വലി പോയിരിക്കുന്നത് ഈ സിനിമ. അടിപൊളി പറഞ്ഞ ഉഗ്രം സിനിമ, ഉഗ്രം സിനിമ, അയ്യോ ഉഗ്രം സിനിമ. ഞാൻ മറ്റ് സിനിമകളായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല ഈ ഒരു സിനിമയെ, കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആലപ്പുഴ ജിംഖാന ഞാൻ പറഞ്ഞത് മറ്റു സിനിമകളായിട്ടെന്ന് പറഞ്ഞാൽ ഈ അട്ടിപ്പിട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുള്ള തല്ലുമാല അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ്. അപ്പം അങ്ങനെയല്ല, ഇതെന്ന് പറഞ്ഞാൽ വേറൊരു പരിപാടിയാണ്. ഇതിൻ്റെ അകത്തും ഈ പറഞ്ഞ അടിയും പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ബോക്സിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്, റിങ്ങിലുള്ള പരിപാടിയൊക്കെയാണ്. പക്ഷെ എന്നാലും റിങ്ങിലുള്ള പരിപാടി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവേശം ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായ? നമ്മളിങ്ങനെ ഇരിക്കും, നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കണ്ടിങ്ങനെ ആസ്വദിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇതിൻ്റെയൊക്കെ ഇവരുടെ പെർഫോമൻസ് അതാണ്. അല്ലൊക്കെ ഖാലിദ് റഹ്മാൻ അടിപൊളി മനുഷ്യനാണ് പുള്ളി, അടിപൊളി മനുഷ്യനാണ് പുള്ളി. അടിപൊളി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മനുഷ്യൻ, പണിയൊക്കെ അറിയാടോ. അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറയുകയാണ്. ഖാലിദ് റഹ്മാൻ പുള്ളി തന്നെയല്ലേ റൈറ്ററും, പുള്ളി തന്നെയല്ലേ ഡയറക്ടറും. മോനെ കയറി പിള്ളേർ കലക്കി, പിള്ളേരുടെ പടം പിള്ളേർ അടിച്ച് തൂഫാനാക്കി, അത്ര എനിക്ക് പറയാനുള്ളൂ. ആലപ്പുഴ ജിംഖാന സ്റ്റിൽ ഞാൻ എന്താ പറയുക, പടം കഴിഞ്ഞ് എന്താ പറയുക എനിക്ക് പടം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിക്ക് കയറിയ സമയത്താണെന്നുണ്ടെങ്കിലും മനസ്സുറക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഇതിൻ്റെ റിവ്യൂ ഇടാതെ, എൻ്റെ അഭിപ്രായങ്ങൾ പറയാതെ, അതായത് ഈ ആലപ്പുഴ ജിംഖാനയുടെ അഭിപ്രായം പറയാതെ GBUവിന് കയറിയിട്ടിരുന്ന് എനിക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ. കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജിംഖാന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്ര ആസ്വദിച്ചിട്ട് ആ ഒരു ഓളത്തിൽ ആ ഒരു വൈബിലിരുന്ന് കണ്ടിട്ട് വൈബിലിരുന്ന് പറഞ്ഞാൽ അത്രയും ക്രൗഡ് ഉണ്ടെന്നേ, ഫുള്ളായിരുന്നു, ഫുൾ പാക്ഡ് ആയിരുന്നു. നമ്മളും ആവേശത്തിലിരിക്കുകയാണ്, ചിരിച്ചു, ഒരുപാട് രംഗങ്ങൾ കണ്ടിട്ട് കോരിത്തരിച്ചു, കൈയടിച്ചു. അത് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സന്തോഷം പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്ത തരത്തിലാണ് ആക്ച്വലി. പടം കഴിഞ്ഞ് എത്ര നേരമായി? പടം കഴിഞ്ഞ് 2:30 കയറി, പിന്നെ 5:15 5:20 എങ്ങാണ്ട് ഇറങ്ങി, നേരെ GBUവിന് കയറി, തിരിച്ചിപ്പോൾ വന്നിട്ട് എടുക്കണം വീഡിയോ ആണിത്. ഏകദേശം 8:35 ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. യെസ്, ഇപ്പോഴും ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കണ സമയത്ത് എനിക്ക് ആ ഒരു ആവേശം കംപ്ലീറ്റ്ലി പോയിട്ടില്ല. കാരണം അത്ര ഇഷ്ടപ്പെട്ടു. അതാണ് മാൻ, പണി അറിയാവുന്ന റൈറ്റർ, പണി അറിയാവുന്ന ഡയറക്ടർ, അവർ ഈ പിള്ളേരെ വെച്ചിട്ട് പടം എടുക്കുന്നു. പിള്ളേരും ആവേശത്തിൽ, പിള്ളേരും കഴിവുള്ളവർ, പിള്ളേരും ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ എന്ത് വേണമെന്നേ? നല്ല ആർട്ടിസ്റ്റുകളും ഉണ്ട്. പണം ഇറക്കാനും ആളുണ്ടെന്നുണ്ടെങ്കിൽ എന്താ തിയേറ്ററിൽ ഓണം സൃഷ്ടിക്കാനാണോ പണി? കാണിച്ചു തരികയാണ്, പറഞ്ഞ് മതിയാവുന്നില്ല. പിന്നെ ലാസ്റ്റ് മറ്റേ ബോക്സിംഗ് റിംഗത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഇവർ വെളിയിലേക്ക് ഇറങ്ങി പോയിട്ടൊരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അടിപൊളിയാണ്. അവിടെയും ചിരിക്കാനുള്ള വകുപ്പും ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ, അവിടെയും ചിരിക്കാനുള്ള വകുപ്പ്. അതാണ് ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു സൈഡിൽ കൂടെ സീരിയസ് ആയി കൊണ്ടുപോകുക എന്നുള്ളതല്ല. സീരിയസ് ഉണ്ട്, യെസ്, നമുക്ക് ആ ഒരു ആവേശം കിട്ടും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചിരിക്കാനും ഒരു നമ്മുടെ പിള്ളേർ എന്നുള്ളൊരു ഫീൽ കിട്ടുന്ന ഒരു പരിപാടി കണ്ടല്ലോ, അത് വരുന്നുണ്ടെന്നേ. കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സംഗതികൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. അപ്പം നസ്ലൻ മാൻ, യു ആർ സൂപ്പർ. എന്തായാലും
നെസ്ലിനെ മാത്രമല്ല, ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നെസ്ലിനെ കുറിച്ച് മാത്രമല്ല, എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഗൈസ്, എല്ലാവരും ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാസ്റ്റും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ആലപ്പുഴ ജിംഖാന ഫോർ മീ. ബൈ. എന്തായാലും ഒരു തവണയും കൂടി പോയി കാണുന്നുണ്ട്. ഇത്തവണ ഒറ്റയ്ക്കാണ് പോയി കണ്ടത്, ഈ കൂട്ടുകാരുടെ ഒപ്പം പോയിട്ട് കാണണം. ഇതേ ഓണത്തിൽ പോയിരുന്നിട്ട് കാണണം.